മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നിലമ്പൂർ MLA PV അൻവർ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി വിശ്വസിച്ചേൽപ്പിച്ച ഉത്തരവാദിത്തം പി ശശി നിറവേറ്റിയില്ല. രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയാത്ത പി ശശി പരാജയമാണെന്നുമാണ് PV അൻവർ തുറന്നടിച്ചത്. പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ ഞാനൊരു പ്രസ്താവന നടത്തി. ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കോടതി പോലീസിനോട് റിപ്പോർട്ട് ചോദിച്ചു. പോലീസ് റിപ്പോർട്ട് കൊടുത്തു. എന്താ കൊടുത്തത്? ഇതിലൊരു കഴമ്പില്ല. MR അജിത് കുമാർ അങ്ങ് പറയാണ് ക്രൈംബ്രാഞ്ചിനോട്, നിങ്ങൾ അങ്ങനെ കൊടുത്തേക്ക്. ഈ പോലീസാണോ നീതി നടത്തുന്ന MR അജിത് കുമാർ? നിങ്ങൾക്ക് തോന്നുന്നു എന്താണ് MLA ഇങ്ങനെ നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞാൽ ക്രിമിനലിസത്തിന്റെ അങ്ങേയറ്റം. ഈ MR അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു. ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തത്തോടു കൂടിയാ പറയുന്നത്. വാദിയും പ്രതിയും നിങ്ങളെ മുമ്പിൽ വരും. അതൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അതിന് പുറമെ മാമി എന്ന് പറയുന്ന കോഴിക്കോടത്തെ ഒരു കച്ചവടക്കാരൻ 1 വർഷമായി കാണാതായിട്ട്, കൊണ്ടുപോയി കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേസ് എവിടെ എത്തിയിട്ടില്ല, അനങ്ങിയിട്ടില്ല, അത് അനങ്ങൂല. അതും ഈ സംഘവുമായി ബന്ധപ്പെട്ട് വേറെ വിഷയമാണ്. MR അജിത് കുമാർ കൊടും കുറ്റവാളി എന്നാണ് PV അൻവർ പറഞ്ഞത്. ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കുന്ന അജിത് കുമാർ കൊലപാതകം ചെയ്യിച്ചുവെന്നും ഗുരുതര ആരോപണമുയർത്തി. മന്ത്രിമാരുടെ ഫോൺ കോളുകൾ ഉൾപ്പെടെ ചോർത്തുന്നുണ്ട്. പാർട്ടിയെയും സർക്കാരിനെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതെന്നും MLA ആരോപിച്ചു. നിങ്ങൾക്കറിയാലോ, മുഖ്യമന്ത്രിക്ക് 29 വകുപ്പുകളുണ്ട്. ആ 29 വകുപ്പുകളിലെ ഓരോരുത്തരും ഓരോ തലവന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ തലവന്മാരുമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരെയാണ് വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുമോ? വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് പി ശശിയാണ് അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ? ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ അരീക്കോട് സംഭവം അടക്കം അങ്ങനെ എത്ര സംഭവങ്ങൾ. ഇതിൽ വലിയ ധിക്കാരെന്താ? ആർക്കാ അതിന്റെ ഉത്തരവാദിത്വം? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ? അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ? അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൊല്ലിച്ചും നല്ല പരിചയമുള്ള ഗുണ്ടാ സംഘങ്ങളുള്ള വലിയൊരു ടീമിനോടാണ് ഞാൻ ഏറ്റുമുട്ടുന്നത്. എന്റെ ജീവൻ അപകടത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷെ ജീവനിലുള്ളിടത്തോളം സമയം പറയാലോ. ആ പറച്ചിൽ തന്നെയാണ് ഞാൻ തുടരുന്നത്. അപ്പം ഈ രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഈ പാർട്ടി സംവിധാനവും ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഇതിന് ആൻസർ പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു പറയേണ്ടി വന്നത്. TV പ്രസാദ് നൽകും വിവരങ്ങൾ. പ്രസാദ്, അൻവർ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. MR അജിത് കുമാറിനെതിരെ എണ്ണി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ആഞ്ഞടിക്കുകയായിരുന്നു PV അൻവർ. സർക്കാരും പാർട്ടിയും ഒരുപോലെ പ്രതിരോധത്തിലായ അവസ്ഥ. മുഖ്യമന്ത്രി ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എങ്കിലും ഉടൻ നടപടികളിലേക്ക് കടക്കേണ്ടതല്ലേ? ഇത്രയധികം മണിക്കൂറുകളായിട്ടും ADGP ഉൾപ്പെടെയുള്ളവർ അതേ സ്ഥാനത്ത് തുടരുകയാണ്. വിനീത, റിപ്പോർട്ട് തേടിയെങ്കിലും മാധ്യമങ്ങളോട് ഒരക്ഷരം സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ്. രാവിലെ 11 മണിക്കാണ് ഇന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് PV അൻവർ വാർത്താ സമ്മേളനം നടത്തിയത്. മണിക്കൂറുകൾ ഒരുപാട് കഴിഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടറിയോട് നമ്മൾ പ്രതികരണം തേടി. പ്രതികരിക്കാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രിയോട് കൊച്ചിയിൽ നേരിട്ട് സംസാരിച്ചു. പ്രതികരണമില്ല. ഒരു ഭരണകക്ഷി MLA ആണ് ഈ രീതിയിൽ അതിരൂക്ഷമായ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടായേക്കാവുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയത്. അതിനെല്ലാം തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്ന് ഭരണകക്ഷി MLA തന്നെ പറയുമ്പോൾ തീർച്ചയായും അതിൽ പ്രതികരിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്, പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കുണ്ട്. പക്ഷേ ആ പ്രതികരണത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ്. അതായത് പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മാത്രമല്ല, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്. പാർട്ടി എന്ന നിലയ്ക്ക് കൂടിയാണ് ശശിക്ക് ഇത്തരം പരാതികൾ കൊടുക്കുന്നതെന്ന് MLAയും വ്യക്തമാക്കുകയാണ്. അപ്പോൾ തീർച്ചയായും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഇത് സംബന്ധിച്ച് മറുപടി പറയേണ്ടതുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി അറിയാതെ ഒരു സമാന്തരമായി ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് PV അൻവർ വരച്ചു കാട്ടുന്നത്. അതിൽ പലതവണ പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല. ADGP MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. വളരെ വ്യക്തമായി 3 കാര്യങ്ങളിൽ ഊന്നിയായിരുന്നു PV അൻവറിൻ്റെ വാർത്താ സമ്മേളനം ഇന്നുണ്ടായത്.
അതിൽ ഒന്നാമത്തേതായി പറഞ്ഞത് ഈ സർക്കാരിൽ മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കാതെ പോലീസ് മാറുന്നു. അതിനുദാഹരണമായി പറഞ്ഞത് മലപ്പുറത്ത് നവകേരള സദസ്സ് നടക്കുമ്പോൾ അത് അലങ്കോലപ്പെടുത്താൻ 2 യൂട്യൂബർമാർ ശ്രമിച്ചു. അവരെ ബലം പ്രയോഗിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു. ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ അത് അലങ്കോലപ്പെട്ടു പോയേനെ എന്ന രീതിയിൽ മുഖ്യമന്ത്രി അടുത്ത ദിവസം വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. പക്ഷേ ആ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ ഗുരുതര കുറ്റങ്ങൾ ഉൾപ്പെടുത്തി അവരെ ജയിലിലേക്ക് അയച്ചു. അത് സർക്കാരിനെ എതിർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം. മറ്റ് 2 പ്രധാനമായുള്ളത്, ഒന്ന് കോൺഗ്രസിനെ അനുകൂലിക്കുന്നു, 2 ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു. നിയമസഭയിൽ വി ഡി സതീശനെതിരെ ഉയർത്തിയ 150 കോടി രൂപയുടെ ആരോപണം അത് PV അൻവറിൻ്റെ ഭാഗം പോലും കേൾക്കാതെ കേസിൽ കഴമ്പില്ലെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തത് MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണെന്ന് PV അൻവർ പറയുന്നു. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂർ പൂരം അലങ്കോലമാക്കി അവിടെ BJP സ്ഥാനാർത്ഥിക്ക് ജയിക്കാനുള്ള വഴി ഉണ്ടാക്കിയത് അതും MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ്. തുടങ്ങി കൊട്ടേഷൻ സംബന്ധിച്ചും സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ചും നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ചും ഒരു ഘട്ടത്തിൽ ദാവൂദ് ഇബ്രാഹിം എന്നുവരെ പറഞ്ഞും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ നമ്മുടെ ക്രമസമാധാന പരിപാലനത്തിൻ്റെ ചുമതലക്കാരനായ ADGPയെക്കുറിച്ചും പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചുമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്നുന്നയിച്ചത്. നേരത്തെ വിനീത പറഞ്ഞതുപോലെ മറുപടി പറയാതെ വിശദീകരിക്കാതെ മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി, TV പ്രസാദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഏതായാലും PV അൻവർ MLAയുടെ ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചയാവുകയാണ്. രാഷ്ട്രീയ കേരളത്തിലാകെ, പോലീസ് സേനയിലാകെ ആഭ്യന്തര വകുപ്പിന് മറുപടി പറഞ്ഞേ മതിയാകൂ, മുഖ്യമന്ത്രിക്കും നടപടിയെടുത്തേ മതിയാകൂ. നമുക്ക്